മാലിക്കുന്നൊക്കെ ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഭയങ്കര ഡാർക്കായിരുന്നു കുറച്ച് I കാലം. know, I know. സോ കുംബ്ലങ്ങി പക്ഷേ ഐ ഡിൻ ഗിവ് മീ ദാറ്റ് ഡാർക്ക് ഫീലിംഗ് അല്ല ബിക്കോസ് ഇറ്റ് ഗേവ് മീ മോർ ബ്രീസ്. ബ്രീസ്. കാരണം അതിനകത്ത് നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടെങ്കിലും ഇറ്റ്സ് സെറ്റ് ഇൻ എ നൈസർ വേ, ലൈക്ക് ഭയങ്കര രസമായിട്ടാണ് ഓരോ അതിൻ്റെ അകത്തുള്ള എന്താണ് മെൻ്റൽ ഹെൽത്തിനെ പറ്റിയൊക്കെ പറയുന്ന സ്പേസൊക്കെ ഭയങ്കര രസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പിന്നെ അതിൻ്റെ അകത്തുള്ള മ്യൂസിക് ആണെങ്കിലും I was with the nicest crew യെസ്. and technicians, like ഇപ്പോൾ ശ്യാം പുഷ്കർ ആണെങ്കിൽ, മധു സി നാരായണാണെങ്കിൽ, സൈജു ശ്രീധർ, ഇവരെല്ലാവരും, ഫഹദ്, ഭയങ്കര രസമുള്ളൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഹൈ ആയിരുന്നു എൻ്റെ മെയിൻ. ആൻഡ് ബൗൺസിങ് ഐഡിയാസ് വിത്ത് ശ്യാം പുഷ്കറായിട്ട് ബൗൺസ് ചെയ്യുന്നത് ഭയങ്കര രസമാണ് ഐഡിയാസ്. നമ്മൾ അതിൻ്റെ അകത്തൊക്കെ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത് കൂടുതൽ ഇപ്പം ഉരുൾ തൊടും എങ്ങനെ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ഇപ്പം ഷെയ്ൻ്റെ ബോബി ക്യാരക്ടർ എന്ത് പാട്ടായിരിക്കും കേൾക്കുന്നത്, അവൻ എന്താണ് ഫ്രീ ടൈമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പം ലഗോൺസിൽ എങ്ങനെയായിരിക്കും വരുന്നത്, കാരണം പുള്ളി കേൾക്കുന്നത് അങ്ങനത്തെ ട്രാക്സ് ആണെന്നുള്ളൊരു ഐഡിയ, വെരി ചിൽ, ഭയങ്കര സൈട്രാൻസ് കേൾക്കാൻ താല്പര്യമില്ല അങ്ങനെ. പക്ഷെ മറ്റേ ട്രാക്ക് മാറ്റുന്ന പറഞ്ഞ സൈലൻസ് അത് വേറെ, പക്ഷെ പുള്ളിയുടെ വൈബ് അതാ. അപ്പം അതാണ് അതിൻ്റെ മെയിൻ സാധനം. അതിൻ്റെ അകത്ത് ക്യാരക്ടേഴ്സ് എന്ത് കേൾക്കുന്നു എന്നുള്ളതൊക്കെ ആയിരുന്നു നമ്മുടെ മെയിൻ ഡിസ്കഷൻ. അപ്പം അതിൻ്റെ ജാം സെഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ ടൈം. സോ വെൻ ഐ തിങ്ക് അബൌട്ട് കുംപ്ലങ്ങി നൈറ്റ്സ്, എനിക്ക് ആ ടൈം ഓർമ്മ വരുന്നത്. അതിലും ഞാൻ സ്ട്രെസ്സിലോട്ട് പോയ ടൈമൊക്കെ ഉണ്ട്, കാരണം വീട്ടിലത്തോടും ചെയ്യാൻ പറ്റുന്നില്ല, ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല പാട്ട്. ഐ എം ട്രൈങ് 2-3 സോങ്സ്, ഒന്നും ഇവർക്ക് വർക്ക് ആവുന്നില്ല.